ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും റിസർച്ച് വർക്കുകൾ നടത്തുന്നതുമായ ഒരു പുതിയ മേഖലയാണ്, ഒരു പുതുപുത്തൻ മേഖലയാണ് നാനോ ടെക്നോളജി. ഈ നാനോ ടെക്നോളജിയെ മരുന്ന് നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന അതിൻ്റെ ഉപവിഭാഗമാണ് നാനോ മെഡിസിൻ സാങ്കേതിക വിദ്യ. അപ്പോൾ ഈ നാനോ മെഡിസിൻ സാങ്കേതിക വിദ്യ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ സിദ്ധ വൈദ്യത്തിൽ, അതായത് ഭാരതത്തിൻ്റെ തനത് ചികിത്സാ സംവിധാനമായ സിദ്ധ വൈദ്യത്തിൽ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ ഉപയോഗിച്ചു വരികയും ഇപ്പോഴും തുടർന്നു പോവുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിച്ചേ മതിയാകൂ. കാരണം നമസ്കാരം, ഞാൻ ഡോക്ടർ കല്യാൺ എസ് രാജ്, സിദ്ധ ഫിസിഷ്യൻ, സിദ്ധൌഷധി, സിദ്ധവർമാണിയം ഫൗണ്ടേഷൻ. നാനോമീറ്റർ സൈസിലുള്ള പദാർത്ഥങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് നാനോ ടെക്നോളജി. അപ്പോൾ ഒരു നാനോ മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീറ്ററിൻ്റെ 100 കോടിയിൽ ഒരംശം മാത്രമാണ് ഒരു നാനോമീറ്റർ എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിനാരിൻ്റെ കനം എന്ന് പറഞ്ഞാൽ ഒരു 80,000 മുതൽ 1,00,000 നാനോമീറ്റർ വരെയാണ്. അപ്പോൾ അത്രയ്ക്ക് ചെറിയ പാർട്ടിക്കിൾസുമായി സംവദിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് നാനോ ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വസ്തുവിനെ നാനോ പാർട്ടിക്കിളാക്കി മാറ്റുമ്പോൾ അതിൻ്റെ അത്രയും ചെറിയ കണികളായി മാറുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഭൗതികപരമായും രാസപരമായിട്ടുമുള്ള, അതായത് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസിൽ വളരെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. നമ്മുടെ ആധുനിക ഭൗതിക ശാസ്ത്രം നാനോ ടെക്നോളജിയെക്കുറിച്ച് പഠിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങുമ്പോൾ അത് ഈ 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തിലാണ് ഇതിൻ്റെ തുടക്കം. അതിലെ നൂറ്റാണ്ടുകൾക്കും സഹസ്രാബ്ദങ്ങൾക്കും തലമുറകൾക്ക് മുമ്പ് തന്നെ സിദ്ധവൈദ്യ ചികിത്സയിൽ മരുന്ന് നിർമ്മാണത്തിനായിട്ട് ഉപയോഗിച്ചു വരുന്നു. സിദ്ധ ചികിത്സയിൽ ഉപയോഗിക്കുന്ന ഭസ്മങ്ങൾ, ചെന്തൂരങ്ങൾ ഇതെല്ലാം നാനോ മെഡിസിൻ പാർട്ടിക്കിൾസ് ആണെന്ന് ഇന്നുള്ള ഏറ്റവും പുതിയ SEM, TEM, XRD മുതലായ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ലാബ് ടെസ്റ്റുകളിൽ നിന്നും തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. സിദ്ധവൈദ്യത്തിലെ നാനോ മെഡിസിൻ നിർമ്മാണം ഗ്രീൻ ബയോസിന്തസിസ് എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അതിന് ഇൻസിനറേഷൻ, കാൽസിനേഷൻ തുടങ്ങിയ പ്രക്രിയകളുടെ സഹായത്തോടെ കെമിക്കൽ അല്ലെങ്കിൽ രാസപരമായ പ്രവർത്തനങ്ങളില്ലാതെ ബയോളജിക്കൽ ആയിട്ട് തന്നെയാണ് ഇതിൻ്റെ പ്രോസസ്സ് നടക്കുന്നത്. ആധുനിക വൈദ്യശാസ്ത്രം നാനോ ടെക്നോളജിയെക്കുറിച്ച് അറിയാനുള്ള ശ്രമം തുടങ്ങുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ സിദ്ധവൈദ്യത്തിൽ നാനോ ടെക്നോളജി പ്രാവർത്തികമായി ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ? വിശ്വസിച്ചാൽ മതിയാകും, അതും സത്യമാണ്. അപ്പോൾ സിദ്ധവൈദ്യത്തിൽ ഇതിലെ സ്ഫുടം പ്രോസസ്സ് എന്ന് പറയുന്നത്, അതായത് ഇൻസിനറേഷൻ, കാൽസിനേഷൻ മുതലായ പ്രോസസ്സുകൾ വഴി ഗ്രീൻ ബയോസിന്തസിസ് എന്ന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഉന്നത ഊഷ്മാവിൽ സ്ഫുടം ചെയ്തെടുക്കുന്ന മരുന്നുകളാണ് സിദ്ധ ഭസ്മചെന്തൂരങ്ങൾ. നാനോ ടെക്നോളജി ചരിത്രവും അംഗീകാരങ്ങളും. ഉത്ഭവം 1959 പ്രശസ്ത ഭൗതിക ശാസ്ത്രജ്ഞൻ റിച്ചാർഡ് ഫെയ്ൻമാൻ കാലിഫോർണിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ, അതായത് കാൽടെക് യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ "ദെയർ ഈസ് പ്ലെന്റി ഓഫ് റൂം അറ്റ് ദി ബോട്ടം" എന്ന പ്രസംഗമാണ് നാനോ ടെക്നോളജിയുടെ അടിത്തറയായി കണക്കാക്കുന്നത്. 1974 ടോക്കിയോ സയൻസ് യൂണിവേഴ്സിറ്റി പ്രൊഫസർ നോറിയോ താൻഗുച്ചി ആണ് നാനോ ടെക്നോളജി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. 1981 ആറ്റങ്ങളെ കാണാൻ സഹായിക്കുന്ന മൈക്രോസ്കോപ്പുകൾ STM കണ്ടുപിടിച്ചതോടെ ഈ ശാസ്ത്രം വിപ്ലവകരമായി വികസിച്ചു. അംഗീകാരങ്ങൾ. ഈ മേഖലയിലെ കണ്ടുപിടുത്തങ്ങൾക്ക് 1986, 1996, 2016 കൂടാതെ ഏറ്റവും ഒടുവിലായി 2023 ക്വാണ്ടം ഡോട്ട്സ് ലോകത്തിലെ ഏറ്റവും വലിയ ബഹുമതിയായ നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. അതായത് ലോകം ഇന്ന് അംഗീകരിക്കുന്ന ഏറ്റവും ഉയർന്ന ശാസ്ത്രമാണിത്. 5000 വർഷത്തോളം പഴക്കമുള്ള സിദ്ധ ചികിത്സയിലെ നാനോ മെഡിസിൻ നിർമ്മാണ രീതിയും 200 വർഷത്തോളം പഴക്കമുള്ള ആധുനിക വൈദ്യശാസ്ത്രത്തിലെ 30 വർഷം മാത്രം പ്രായമുള്ള നാനോ മെഡിസിൻ നിർമ്മാണ രീതികളും തമ്മിൽ എന്തെങ്കിലും സാമ്യങ്ങളുണ്ടോ? നമുക്ക് അടുത്ത വീഡിയോയിൽ പരിശോധിക്കാം. ഇവിടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ. യാതൊരുവിധ പാർശ്വഫലങ്ങളുമില്ലാത്ത പൂർണ്ണമായ സിദ്ധ ചികിത്സ സിദ്ധൌഷധിയിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ചുവടെയുള്ള ഡിസ്ക്രിപ്ഷനിൽ സിദ്ധൌഷധിയെ സമീപിക്കാവുന്നതാണ്.